Merhaba arkadaşlar, hoş geldiniz. ടർക്കിഷ് ലാംഗ്വേജിലെ വൊവൽസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ടർക്കിഷ് ലാംഗ്വേജിൽ വൊവൽസിന് സെസ്ലി ഹർഫ്ലർ അല്ലെങ്കിൽ ഉല്ലു ഹർഫ്ലർ എന്നാണ് പറയുന്നത്. ടർക്കിഷ് ലാംഗ്വേജിൽ ആകെ 8 വൊവൽസ് ആണ് ഉള്ളത്. ആ, എ, ഇ, ഇ, ഒ, എ, ഉ ആൻഡ് ഉ. ഈ 8 ലെറ്റേഴ്സിൽ ഇ, എ, ഉ എന്നീ ലെറ്റേഴ്സ് ഇംഗ്ലീഷിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ടർക്കിഷ് ആൽഫബറ്റ്സിലെ ഈ 8 വൊവൽസിനെ നമുക്ക് 3 രൂപത്തിൽ തരംതിരിക്കാം. ഇതിലെ ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ ക്ലാസിഫിക്കേഷനാണ് ബാക്ക് വൊവൽസ് ആൻഡ് ഫ്രണ്ട് വൊവൽസ്. ബാക്ക് വൊവൽസിനെ ടർക്കിഷ് ലാംഗ്വേജിൽ കലിൻ എന്നും ഫ്രണ്ട് വൊവൽസിനെ ഇഞ്ചെ എന്നുമാണ് പറയുന്നത്. ആ, ഇ, ഒ, ഉ ഈ ലെറ്റേഴ്സാണ് ബാക്ക് വൊവൽസിൽ ഉൾപ്പെടുന്നത്. ഈ ലെറ്റേഴ്സ് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ നാവ് പിന്നോട്ട് പോകുന്നതിനാലാണ് ബാക്ക് വൊവൽസ് എന്ന് പറയുന്നത്. ഇനി ഫ്രണ്ട് വൊവൽസിൽ എ, ഇ, എ, ഉ എന്നീ ലെറ്റേഴ്സാണ് ഉൾപ്പെടുന്നത്. ഈ ലെറ്റേഴ്സ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മുടെ നാവ് മുന്നോട്ട് കൊണ്ടുവരുന്നതിനാലാണ് ഇതിനെ ഫ്രണ്ട് വൊവൽസ് എന്ന് പറയുന്നത്. ഇതിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ റൗണ്ടഡ് വൊവൽസ് ആൻഡ് അൺറൗണ്ടഡ് വൊവൽസ്. റൗണ്ടഡ് വൊവൽസിനെ ടർക്കിഷ് ലാംഗ്വേജിൽ യുവാർലാക് എന്നും അൺറൗണ്ടഡ് വൊവൽസിനെ ദ്യൂസ് എന്നുമാണ് പറയുന്നത്. ഒ, എ, ഉ, ഉ എന്നീ ലെറ്റേഴ്സാണ് റൗണ്ടഡ് വൊവൽസിൽ ഉൾപ്പെടുന്നത്. ഈ ലെറ്റേഴ്സ് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ലിപ്സ് ഒരു റൗണ്ട് ഷേപ്പിലാവുന്നത് കൊണ്ടാണ് റൗണ്ടഡ് വൊവൽസ് എന്ന് പറയുന്നത്. ആ, എ, ഇ, ഇ എന്നീ ലെറ്റേഴ്സ് അൺറൗണ്ടഡ് വൊവൽസിൽ ഉൾപ്പെടുന്നു. ഈ ലെറ്റേഴ്സ് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ലിപ്സ് സ്ട്രെയിറ്റ് ആവുന്നത് കൊണ്ടാണ് അൺറൗണ്ടഡ് വൊവൽസ് എന്ന് പറയുന്നത്. അവസാനത്തെ ക്ലാസിഫിക്കേഷൻ ഓപ്പൺ വൊവൽസ് ആൻഡ് ക്ലോസ്ഡ് വൊവൽസ്. ഓപ്പൺ വൊവൽസിന് ടർക്കിഷിൽ ഗെനിഷ് എന്നും ക്ലോസ്ഡ് വൊവൽസിനെ ദാർ എന്നും വിളിക്കാം. ആ, എ, ഒ, എ എന്നീ ലെറ്റേഴ്സാണ് ഓപ്പൺ വൊവൽസിൽ ഉൾപ്പെടുന്നത്. ഈ ലെറ്റേഴ്സ് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ വാ വളരെ തുറന്ന രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇ, ഇ, ഉ, ഉ എന്നീ ലെറ്റേഴ്സ് ക്ലോസ്ഡ് വൊവൽസിൽ ഉൾപ്പെടുന്നു. ഈ ലെറ്റേഴ്സ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മുടെ വാ ചെറുതായി തുറന്ന രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ടർക്കിഷ് വൊവൽസിനെ ഈ 3 രൂപത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഈ ക്ലാസിഫിക്കേഷൻ എന്തിനാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യകത എന്ത് എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. ഈ കാറ്റഗറീസ് പഠിക്കുന്നതിലൂടെ ടർക്കിഷ് ലാംഗ്വേജിലെ ഗ്രാമർ വളരെ ഈസിയായി പഠിക്കാൻ കഴിയും. മാത്രവുമല്ല, ടർക്കിഷിലെ വൊവൽ ഹാർമണി റൂൾസ് പഠിക്കുന്നതിന് വേണ്ടിയും ഇത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതിനോട് ചേർത്ത് പറയാനുള്ള മറ്റൊരു കാര്യം, ടർക്കിഷ് വൊവൽസായ ആ, ഉ, ഇ എന്നീ ലെറ്റേഴ്സിന് മുകളിൽ ചില സന്ദർഭങ്ങളിൽ സർക്കംഫ്ലക്സ് സൈൻ അല്ലെങ്കിൽ ഹാറ്റ് സൈൻ വരുന്നത് കാണാം. ഇത്തരത്തിൽ ഹാറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ ഈ ലെറ്റേഴ്സ് മറ്റൊരു ലെറ്ററായി മാറുന്നില്ല, പകരം അതിൻ്റെ ഉച്ചാരണത്തിൽ നേരിയ മാറ്റം വരികയാണ് ചെയ്യുന്നത്. പൊതുവെ ഈ 3 വൊവൽ ലെറ്ററിന് മുകളിലും സർക്കംഫ്ലക്സ് സൈൻ വരികയാണെങ്കിൽ ആ ലെറ്റേഴ്സ് സാധാരണയിൽ കൂടുതൽ നീട്ടി ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഹല. ഹല എന്ന ടർക്കിഷ് വേർഡിൻ്റെ അർത്ഥം പെറ്റേണൽ ആൻറ്റ് എന്നാണ്. ഈ വേർഡിലെ ആ എന്ന വൊവൽ ലെറ്റർ 2 പൊസിഷനിലും സാധാരണ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്, ഹല. ഇനി മറ്റൊരു ടർക്കിഷ് വേർഡാണ് ഹാല. ഹാല. ഹാല മീൻസ് സ്റ്റിൽ. ഈ വേർഡിലെ ആക്ക് മുകളിൽ സർക്കംഫ്ലക്സ് സൈൻ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഹല എന്നല്ല, ആ എന്ന ലെറ്ററിനെ കുറച്ചുകൂടി നീട്ടി ഹാല എന്നാണ് ഉച്ചരിക്കേണ്ടത്, ഹാല. ഇനി മറ്റു ചില സന്ദർഭങ്ങളിൽ ആ, ഉ എന്നീ ലെറ്റേഴ്സിന് മുകളിൽ സർക്കംഫ്ലക്സ് സൈൻ വരികയാണെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള കൺസണന്റ് സോഫ്റ്റായി നേരിയ രൂപത്തിൽ ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, ക്യൗത്ത്. ക്യൗത്ത്. ക്യൗത്ത് മീൻസ് പേപ്പർ. ഈ വേർഡിലെ സെക്കൻഡ് ലെറ്റർ സർക്കംഫ്ലക്സ് സൈനോട് കൂടിയ
ആ എന്ന ലെറ്ററാണ്. ഈ ഒരു സന്ദർഭത്തിൽ അതിനു തൊട്ടു മുമ്പുള്ള കെ എന്ന ലെറ്റർ സോഫ്റ്റായി ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഇതിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുത എന്തെന്ന് വെച്ചാൽ അറബിക്, പേർഷ്യൻ പോലുള്ള മറ്റ് ഭാഷകളിൽ നിന്നും ടർക്കിഷ് ലാംഗ്വേജിലേക്ക് കടന്നു വന്നിട്ടുള്ള വേർഡുകളിലാണ് ഇത്തരത്തിൽ സർക്കംഫ്ലക്സ് സൈനോട് കൂടിയ ലെറ്റേഴ്സ് കാണുന്നത്.